നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പലവിധ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. ആ തീരുമാനങ്ങളെല്ലാം ചിലപ്പോൾ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യമുള്ളതോ ഒരാഴ്ചയുടെ ദൈർഘ്യമുള്ളതോ അതല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ ജീവിതാവസാനം വരെ ദൈർഘ്യമുള്ളതോ ആയിരിക്കാം. അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കാൻ കാരണം നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന നമുക്കുണ്ടാകുന്ന ദർശനങ്ങളോ നമുക്കുണ്ടാകുന്ന ചിന്തകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ അങ്ങനെയുള്ള ഓരോ തീരുമാനങ്ങളും എടുക്കേണ്ടത്. ഇപ്രകാരം ജീവിതത്തോട് തന്നെ ഒരു വലിയ തീരുമാനമെടുത്തുകൊണ്ട് ഒരു പ്രത്യേക ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് മുമ്പിലുള്ളത്. ഡീക്കൻ സോണി പുന്നൂർ പുത്തൻപറമ്പിലാണ്. ഈ വർഷം പൗരോഹിത്യം എന്ന ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 15ഓളം വരുന്ന ഡീക്കന്മാരിൽ ഒരാളാണ്. നമുക്ക് ഇദ്ദേഹത്തെ ഇന്ന് നമുക്ക് കൂടുതലായിട്ടും അറിയാൻ ശ്രമിക്കാം. ഈ കൈശോമിശേഖ സ്തുതിയായിരിക്കട്ടെ. സോണിയ എന്നാണ് പേരെന്നറിയാം, വീട്ടുപേര് പുന്നൂർ പുത്തൻപറമ്പിൽ നിന്നറിയാം. എവിടെയാണ് സ്വദേശം എന്നൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ സ്ഥലം കരുവാറ്റ എന്ന് പറയും. എടത്തുവ ഫൊറോനയിൽപ്പെട്ട ഒരു പള്ളിയാണ് കരുവാറ്റ. അതായത് ഹരിപ്പാട് അടുത്തായിട്ട് വരും. കുറിച്ചിക്കൽ പള്ളി എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. നല്ല സുന്ദരമായ സ്ഥലമാണ്, എല്ലാവരും വരേണ്ട ഒരു ഇടമാണ്. പ്രത്യേകിച്ച് വള്ളംകളിയൊക്കെ കരുവാറ്റ ജലോത്സവമൊക്കെ ഞങ്ങളുടെ നാടിൻ്റെ പള്ളിയുടെയൊക്കെ മുന്നിലാണ് നടക്കുന്നത്. എങ്കിലും ആറിൻ്റെ ഇക്കരയാണ് പള്ളി, അപ്പം ആറ് കടന്ന് വേണം വരാൻ. അപ്പോൾ അങ്ങനെ ഇച്ചിരി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവർക്ക് വരാൻ പറ്റിയ ഒരു മനോഹരമായ നാടാണ് ഞങ്ങളുടെ കരുവാറ്റ. എടത്വ ഫൊറോനയുടെ അങ്ങേയറ്റത്തുള്ള പള്ളി, അങ്ങേയറ്റത്തുള്ള ഒരു പള്ളിയാണ്. ഈ മാസം അവസാനത്തോടുകൂടി പൗരോഹിത്യം എന്ന ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. പൗരോഹിത്യം എന്ന ജീവിതാന്തസ്സിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡീക്കൻ സോണിയുടെ ദൈവവിളിയുടെ ആരംഭത്തെക്കുറിച്ചൊക്കെ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഒരു അൾത്താരപാലനായിട്ട് തുടങ്ങിയ ഒട്ടുമിക്ക അച്ഛന്മാർ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരിക്കാം കേട്ടോ. ഒരു അൾത്താരപാലനൊക്കെ ആയിട്ട് തുടങ്ങി ആരംഭം കുറിച്ച്. അതൊരു പക്ഷേ അന്നുണ്ടായിരുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ പ്രോത്സാഹിപ്പിച്ചു. കാരണം കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആൾത്താരെ കയറി. അപ്പം ഞങ്ങളുടെ കൂട്ടുകാർ അത്യാവശ്യം ഗ്യാങ് മൊത്തം ഉണ്ടായിരുന്നു. അത് ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് ഓർക്കുന്നുണ്ട് ആദ്യ കാലത്തൊക്കെ ഞങ്ങൾ എന്നും കയറാനൊക്കെ വാശിയുണ്ടായിരുന്നു. വാശി എന്ന് പറഞ്ഞാൽ നമുക്ക് 4 പേരൊക്കെ കയറത്തുള്ളൂ. അപ്പം 4 പേര് ആദ്യം വന്ന് കയറാം. അപ്പം അങ്ങനെ കയറി ഉള്ള പരിചയമുണ്ട്. അപ്പോൾ ഒരു വാശിയൊന്നുമില്ല, കൂട്ടുകാർ തമ്മിലുള്ള ഒരു സൗഹൃദം. അപ്പം ആ ഒരു പുറത്ത് കയറി തുടങ്ങി. അപ്പം അത് നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിച്ചു കേട്ടോ. അപ്പം അത് ഇത്തിരി പള്ളിയോടും ഇടവകയോടും ഒക്കെ ഇത്തിരി ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ ഇടയാക്കിയ കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ആ കാലത്തെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ കേട്ടോ വലിയ പ്രോത്സാഹനമായിരുന്നു. അത് ഇടവക്കാരും അതുപോലെ തന്നെ വലിയ പ്രോത്സാഹനമാണ്. ഒത്തിരി തിരുത്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നൊന്നും ഓർക്കുന്ന ഒത്തിരി തിരുത്തലുകളൊക്കെ ഉണ്ട് നമ്മൾ ഈ കുർബാനയ്ക്ക് കൂടുന്ന സമയത്തുമൊക്കെ കിട്ടുന്ന. ആ സമയത്തെ കരുതൽ പിന്നെ ഒത്തിരി പേര് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ഒരു പ്രോത്സാഹനമായിരുന്നു ആ സമയത്ത് നമുക്ക് ഈ ദൈവവിളിയിലോട്ടൊന്ന് ഇഷ്ടപ്പെടാനും. പിന്നെ എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലായി ഈ സൺഡേ സ്കൂളിൽ ഈ അൾത്താരപാലനായിട്ട് ശുശ്രൂഷ ആരംഭിക്കുന്നത്? ആദ്യം കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതായത് 5ാം ക്ലാസ് അതിനുള്ളിൽ തന്നെ ഞങ്ങൾ കയറി. ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു കേട്ടോ. അവർ തന്നെ എല്ലാവരും തന്നെ എൻ്റെ കൂടെ സെമിനാരി സെലക്ഷൻ ക്യാമ്പിന് വരികയും ചെയ്തു. അത് ഞാനിപ്പോൾ സൗഹൃദത്തോടെ ഓർക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു അതോ ഞായറാഴ്ചകൾ ശനി ഞായർ മാത്രമേ ഉള്ളായിരുന്നു? ആദ്യമൊക്കെ പോകുമായിരുന്നു. പിന്നീട് സ്കൂളിലൊക്കെ ആയി. പിന്നെ ഇടയ്ക്കൊക്കെ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇട ദിവസങ്ങളിലൊക്കെ പോകൽ കുറവായിരുന്നു. പിന്നെ +1 +2 ഒക്കെ വന്നപ്പോൾ ഇച്ചിരി കൂടെ ടൈറ്റ്. സ്കൂളിൽ പഠിച്ചത് +1 +2 ഒക്കെ പഠിച്ചതൊക്കെ എവിടെ? ഞാൻ ആദ്യം പള്ളിയുടെ സ്കൂളിൽ LP സ്കൂളിൽ കരുവാറ്റ സെൻറ്റ് ജോസഫ് പള്ളിയുടെ തന്നെ LP സ്കൂളാണ് പഠിച്ചത്. പിന്നീട് സെൻറ്റ് ജെയിംസ് എന്ന് പറയുന്ന UP സ്കൂളിൽ 3 വർഷക്കാലം 7ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് NSSകാരുടെ ഹൈസ്കൂൾ കരുവാറ്റ ഹൈസ്കൂളിൽ പഠിച്ചു. പിന്നെ അടുത്ത് തന്നെയുള്ള ആയാപറമ്പ് അവിടെയാണ് +2 പഠിച്ചത്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അവിടെങ്ങളിൽ ഞാൻ എൻ്റെ പഠനങ്ങൾ പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഞാൻ സെമിനാരിയിലോട്ട് ശരിക്കും ചേരുന്നത്. ഏത് മൊമെൻറ്റിലാണ് പൗരോഹിത്യം എന്ന ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാം, അല്ലെ അതിനുവേണ്ടി ട്രൈ ചെയ്യാം, ഞാനതിന് യോഗ്യനാണോ എന്ന് പരീക്ഷിച്ച് നോക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെമിനാരി പോകാമെന്നൊക്കെ തീരുമാനിച്ച് തുടങ്ങുന്ന ഏത് പ്രായം മുതലാണ്? കൊച്ചിലെ ഒരു താല്പര്യമൊക്കെ ഉണ്ട്. കാരണം അച്ഛൻ ബലിയർപ്പിക്കുന്നതിനെ കാണുമ്പോൾ കുർബാനയ്ക്ക് കൂടുന്നതിന് മുമ്പ് തൊട്ടേ ഉണ്ട്. നമ്മളിത് കാണുന്നത് കൊണ്ടും പിന്നെ പള്ളിയിൽ പോകാനുള്ള വീട്ടുകാരുടെ പ്രോത്സാഹനം. അമ്മയൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും കൊണ്ടുപോകാമായിരുന്നു മാക്സിമം ഉള്ളപ്പോഴൊക്കെ. അപ്പം അതൊക്കെ ഒരു പ്രോത്സാഹനമായിരുന്നു. പിന്നീട് ഞാൻ വിചാരിക്കുന്നത് ഒന്നും കൂടെ 10 കഴിഞ്ഞിട്ട് ഞാൻ അധികം ചിന്തിച്ചിട്ടില്ല, അങ്ങനെ പോകണമെന്നുള്ള താല്പര്യം ഇല്ലായിരുന്നു. +2ലാണ് പിന്നീട് തീരുമാനം. എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മനോഹരമായ ഒരു സംഭവമുണ്ട്. കുഞ്ഞു കാര്യമാണ്. എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, 5-6 പേരുണ്ടായിരുന്നു. അപ്പം ഹയർ സെക്കൻഡറി കാലഘട്ടമാണ്. അപ്പോൾ ഒത്തിരി കറങ്ങാനൊക്കെ പോകുമായിരുന്നു ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ. അപ്പം അതിലൊരു കൂട്ടുകാരൻ ഞങ്ങളിങ്ങനെ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ അപൂർവങ്ങളിൽ നമ്മുടെ അങ്ങനെ ചർച്ചകൾ വരുന്നത്. അവനെന്നോട് പക്ഷേ എപ്പോഴും ചോദിക്കും. നമ്മളതിനെക്കുറിച്ച് വലിയ ചിന്തയില്ല, കാരണം നമ്മളെല്ലാ ദിവസം സൺഡേ സ്കൂളിൽ പോകുന്നുണ്ട്, അച്ഛന്മാർ ഓരോ കാര്യങ്ങൾ. അവൻ പറയും, എടാ നിങ്ങളെപ്പോഴും കുരിശ് വരിച്ച് കിടക്കുന്നു, നിങ്ങളുടെ ഈശോ കട്ടിലിൽ കിടന്നാൽ മരിച്ചെങ്കിൽ
നിങ്ങൾ കട്ടിൽ ധരിച്ച് അടിക്കുമെന്നൊക്കെ എന്നോട് ചോദിക്കും. അങ്ങനെ തമാശപരമായും ചോദിക്കും. അവൻ എന്നോടുള്ള ഭയങ്കര സൗഹൃദത്തിൻ്റെ പേരിലൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ അവൻ എപ്പോഴും എന്നോട് എൻ്റെ തന്നെ അടുത്ത് തന്നെ അവൻ ഇരിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് ഒരു പക്ഷേ എനിക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിക്കാനൊക്കെ കാരണമാക്കി. ആ സമയത്ത് ഞാൻ ഒത്തിരി ആ സമയത്ത് ഞങ്ങളുടെ അച്ഛന്മാരായിരുന്നു +1 +2 പഠിപ്പിച്ചു. അപ്പം ഞാൻ ചോദ്യങ്ങൾ ഒത്തിരി ചോദിക്കുമായിരുന്നു ആ സമയത്തോട്ട്. പിന്നീട് ഞാൻ ലൈഫിൽ അത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ഞാനപ്പം വേദപാഠ ക്ലാസ്സിൽ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ എനിക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. മീൻസ് അങ്ങനെ ആയിരിക്കാം കൂടുതലും കേട്ടോ ഈ ഒരു വിളിയിലോട്ടും ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നുള്ള ഒരു താല്പര്യം. സെമിനാരി ചേരണമെന്നുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസപരമായ അന്നത്തെ കാലത്ത് അന്നത്തെ കൊച്ചുബാലൻ്റെ മനസ്സിൽ തോന്നാവുന്ന ചെറുതും വലുതുമായ ചോദ്യങ്ങൾ ചോദിച്ചാണ് സെമിനാരിയിൽ ചേരാമെന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തുന്നത്, അല്ലേ, തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇടയ്ക്ക് അമ്മയെക്കുറിച്ച് പറഞ്ഞല്ലോ, അമ്മ പള്ളിയിൽ കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടുകാർക്ക് ഇതിനോടുള്ള പ്രോത്സാഹനം എന്തൊക്കെയായിരുന്നത്? വീട്ടിൽ അമ്മ ശരിക്കും മരിച്ചു പോയി 5 വർഷം മുമ്പ്. അതുകൊണ്ടാണ് അമ്മയുടെ കാര്യം പ്രത്യേകം ഞാൻ പറഞ്ഞതെടുത്ത്. പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്ക് എന്ത് പറ്റി? ക്യാൻസർ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് നാൾ അതിൻ്റെ ചികിത്സകളായിരുന്നു. അങ്ങനെ കൊറോണ കാലഘട്ടത്തിലാണ് മരണപ്പെട്ടത്. അപ്പം എനിക്ക് തോന്നുന്നു പട്ടം കാണാൻ ഏറ്റവും താല്പര്യപ്പെട്ട ആൾ സ്വാഭാവികമായും എല്ലാ അച്ഛന്മാരുടെയും പോലെ അമ്മയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അമ്മയുടെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും അമ്മയെ സ്മരിച്ചത്. പിന്നെ അപ്പനും എല്ലാത്തിനും പ്രോത്സാഹനമാണ്. നീ തിരഞ്ഞെടുത്തു, നീ നിലനിൽക്കാനാണ് പറയും. നമ്മളെ പ്രോത്സാഹനം, അതായത് നീ തിരഞ്ഞെടുത്ത വിളിയാണ്, അപ്പം നീ വിശ്വസ്തയോടെ നിലനിൽക്കണം എന്ന ഒരു രീതിയിലാണ് അച്ഛൻ അപ്പം പറയുന്നത്. പിന്നെ ചേട്ടായിയാണുള്ളത്. ചേട്ടായി കുടുംബജീവൻ നയിക്കുന്നു. ചേട്ടായിയുടെ ഭാര്യയും പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്. ഈ സെമിനാരി പോകണമെന്ന് അല്ലെ പോകാൻ തീരുമാനിക്കുന്ന കാര്യം വീട്ടിലറിയിച്ചപ്പോൾ വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ പ്രോത്സാഹനമായിരുന്നു. പോയി കൊള്ളാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കൂട്ടുകാരന്മാർ തമാശയ്ക്ക് പറയും അതിന് ചാടിക്കുമെന്ന് പറയുമായിരുന്നു. പക്ഷെ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. സഹോദരൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാഗത്തു നിന്നും ചേട്ടായി ഒന്നും കുഴപ്പമൊന്നും. എനിക്ക് തോന്നുന്നു ചേട്ടായിക്കൊക്കെ കൊച്ചിന് പോകാൻ ഭയങ്കര താല്പര്യമാണ്. ചേട്ടൻ ചെറിയ രീതി ഓർഗനൊക്കെ പള്ളി വായിക്കുന്നത്, അങ്ങനെ ഒരു ക്രൈസൊക്കെ ഉള്ളതാണ്. അപ്പം കൊയറും ചെറിയ രീതിയിലൊക്കെ ആകുമ്പോൾ പാടാനൊക്കെ കയറും. അപ്പോൾ ചേട്ടന് സംഗീതത്തിൽ താല്പര്യമുള്ള പോലെ ഡീക്കനും സംഗീതത്തിൽ താല്പര്യം അങ്ങനെ ചെറിയ രീതിയിൽ മോശമില്ലാതെ പാടുമൊന്നുമില്ല. അല്ലാതെ അപ്പം അവനൊക്കെ താല്പര്യമുണ്ട്. പിന്നെ അപ്പൻ്റെ ഈയിടെ ഞാനൊരു പേരപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൻ പണ്ട് സെമിനാരി പോകണമെന്നൊക്കെ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ ആ ഒരു താല്പര്യം ഒരു പക്ഷേ എന്നിതായിരിക്കാം വന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏത് വർഷമാണ് സെമിനാരി ചേരുന്നത്? +2 കഴിഞ്ഞിട്ട് 2015 കാലഘട്ടത്തിൽ കുറിച്ചിയിലെ എത്ര വർഷം ഉണ്ടായിരുന്നു കുറിച്ചി സെമിനാരിയിൽ? ആദ്യ വർഷം ഫസ്റ്റ് ഇയർ കോഴ്സായിട്ട് പോയി. പിന്നീട് 3 വർഷം ഡിഗ്രിക്ക് പോകുമായിരുന്നു. കുറിച്ചി സെമിനാരിയിൽ നിന്ന് SB കോളേജിൽ കോളേജ്. അതിന് ഒരു വർഷം നിരണ സെമിനാരി, സെക്കൻഡ് ഇയർ ഞങ്ങൾ നിരണ സെമിനാരിയിലായിരുന്നു. വീണ്ടും തിരിച്ച് തേർഡ് ഇയർ കുറിച്ചിയിലേക്ക് വന്നു. അങ്ങനെയായിരുന്നു. അങ്ങനെ 4 വർഷം. ഫോർത്ത് ഇയർ ഉണ്ടായിരുന്നു? ഫോർത്ത് ഇയർ ഇല്ല, അങ്ങനെ 4 വർഷം. 3 വർഷവും പ്ലസ്. കുറിച്ചി സെമിനാരിലെ ഫോർമേഷനെ കുറിച്ചൊക്കെ ഓർക്കുന്ന അന്നത്തെ കാലത്തെ സെമിനാരി അനുഭവങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാമോ? ശരിക്കും ഒരു വലിയ അത്ഭുതമായിരുന്നു. നമ്മളൊരു പുറത്തെ ജീവിത ശൈലിയിൽ നിന്ന് സെമിനാരിയിലോട്ട് വന്നപ്പം ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഒന്ന് ഈ ടൈം ടേബിൾ തന്നെയാണ് എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത്. ടൈം ടേബിളിലൂടെയൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നി. മീൻസ് ഒരു ദിവസം എന്ത് പെട്ടെന്ന് കടന്നു പോകുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു പക്ക ടൈം ടേബിളായിട്ടൊക്കെ ജീവിക്കും. നമ്മൾ ഒന്നുകൂടെ വീട്ടിലേക്ക് ആകുമ്പോൾ അങ്ങനെ പക്ക ടൈം ടേബിളല്ല. പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പം കളിക്കാൻ പോകും, ക്ലാസ്സിൽ പോകും, അങ്ങനെ ഒരു രീതിയിലൊക്കെ ശീലിച്ചാണ്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഒരു പക്ക ടൈം ടേബിളൊക്കെ വന്നു. പിന്നെ ഇത്രയും കൂട്ടുകാരുണ്ട്, പല നാട്ടുകാർ, പിന്നെ എല്ലാവരും ഒരേ ഒരു ലക്ഷ്യമാണ്. അപ്പം അതൊക്കെ വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഒത്തിരി മേഖലകളിലൊക്കെ വളരാനൊക്കെ സാധിച്ച ഒരു അവസരമാണ്. പ്രത്യേകിച്ച് പഠനമാണേലും ലൈബ്രറി, കളിസ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനൊക്കെ. അപ്പം അതെല്ലാം ഒത്തിരി സെമിനാരിയിൽ നിന്ന് തന്നെ തുടക്കത്തിൽ പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങളുടെ ബാച്ചിൽ എത്ര പേരുണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ വരുമ്പോൾ? 28ഓളം പേരുണ്ടായിരുന്നു. അത് പല ബാച്ചുകളിലായിട്ട് ഞങ്ങളിങ്ങനെ മാറിയും കയറിയും പോയിട്ടുണ്ട്. ഡിഗ്രിക്കാർ. ആ 28 പേരിൽ ഇപ്പോൾ എത്ര പേര് പൗരോഹിത്യ വഴികളിലുണ്ട് എന്ന് പറഞ്ഞാൽ പരിശീലനത്തിലായിരിക്കുന്നവർ കാണാം? ചിലപ്പോൾ പറയാനായിട്ട് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഡിഗ്രിക്കാർ ഞങ്ങളുടെ ഒരു 3-4 പേരുണ്ടായിരുന്നു. അതിലൊരാൾ ആ സമയത്ത് 2 പേര് മാറിയായിരുന്നു. പിന്നീട് അവർ അച്ഛന്മാരായിട്ടുണ്ട്. പിന്നെ +2കാർ ഞങ്ങളൊരു 10-12ഓളം പേരുണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞവരും ഉണ്ടായിരുന്നു. അവരും ഇപ്പം തൊട്ട് താഴെ തന്നെയുണ്ട്. അപ്പം ഏകദേശം അടുത്ത് തന്നെ ഏകദേശം ഞങ്ങൾ വന്നവർ ഒട്ടുമിക്കവരും തന്നെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ വ്യത്യസ്തമായ പഠനങ്ങളിലൊക്കെ. ഈ കുറിച്ചി സെമിനാരിലെ ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ സെമിനാരിലേക്കാണ് പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്? മൈനർ സെമിനാരി കുറിച്ചിയിലും നിരണത്തും കഴിഞ്ഞ ശേഷം കോട്ടയം വടവാതൂർ സെമിനാരിയിലേക്കാണ് പോയത്. പെട്ടെന്നൊരു വലിയ ഒരു ലോകം തന്നെ ആയിരുന്നു. പ്രത്യേകിച്ച് അത്രയും വലിയ ഒരു സമൂഹം, പ്രത്യേകിച്ച് എല്ലാ രൂപതയിൽ നിന്നും ഉള്ളത്, അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളപ്പോൾ ഒരു 8-10 പേര് തന്നെ രൂപതയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ബാച്ചിൽ ചങ്ങനാശ്ശേരിക്കാർ 8 പേരോളം ഉണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ പല രൂപതക്കാരുണ്ട്. അപ്പം വ്യത്യസ്തമായ ഒരു കൾച്ചർ നമുക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഈ കുറിച്ചിയിൽ ചെറിയ ഒരു ഗ്രൂപ്പിൽ നിന്ന് വടവാതി ചെല്ലുമ്പോഴത്തേക്കും വലിയൊരു ബാച്ചിലേക്കാണ്. നിങ്ങളുടെ ബാച്ചിൽ അന്ന് വടവാ സെമിനാരിയിൽ ഫസ്റ്റ് ഇയർ വരുമ്പോൾ എത്ര ബാച്ചുകാരുണ്ടായിരുന്നു? ഞങ്ങളൊരു 42ഓളം പേരുണ്ടായിരുന്നു.
അത് ഭയങ്കര രസമായി. ഞങ്ങളെല്ലാവരും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അന്ന് ഉണ്ടായിരുന്ന 42 പേരും ഓരോരോ രൂപതക്കാരായിരുന്നു. സന്യസ്തരൊന്നും അന്ന് ബാച്ചിലില്ലായിരുന്നു. അപ്പോൾ ഒരു രൂപതക്കാരുടെ ഒരു ശൈലി ഞങ്ങളുടെ ഫോർമേഷനിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കൊറോണ കാലഘട്ടമൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ സെമിനാരിൽ തന്നെ നിന്ന സെക്കൻഡ് ഇയർ വർഷമുണ്ട്. അപ്പം ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ആയിരുന്നു കുറേയൊക്കെ. അപ്പം നല്ലൊരു കാലഘട്ടമായിരുന്നു. ഒത്തിരി നല്ല ബാച്ചായിരുന്നു. ഒത്തിരി എല്ലാവരും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ പിള്ളേരായിരുന്നു മൊത്തം. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് തന്നെ 3 വർഷം ഫിലോസഫി ഉണ്ടായിരുന്നു, അത് 2 വർഷക്കാലം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അടിപൊളിയൊരു ബാച്ചായിരുന്നു. ഇന്ന് ഓർക്കുന്നു ഞങ്ങൾ ഡിയോഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ബാച്ച്. ഓക്കെ. അപ്പോൾ ഫിലോസഫി വടവാതിലെ ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള വഴികളൊക്കെ എങ്ങനെയായിരുന്നു? പിന്നീട് റീജൻസി കാലഘട്ടം മൈനസ് സെമിനാരിൽ 6 മാസം ഉണ്ടായിരുന്നു. പിന്നീട് കുടുംബക്കൂട്ടായ്മ റീജൻസിക്കായിട്ട് രൂപതയിലേക്ക് തിരിച്ചു വന്നു. മൈനസ് സെമിനാരിയിൽ 6 മാസം, പിന്നെ കുടുംബക്കൂട്ടായ്മ ബൈബിൾ അപ്പോസ്തലത്തിൽ 6 മാസം. അങ്ങനെ 1 വർഷക്കാലം അരമനെ പഠിക്കാനും പിന്നെ മൈനസ് സെമിനാരിൽ നിൽക്കാൻ സാധിച്ചു. പ്രായോഗിക പരിശീലനം നല്ലതായിരുന്നു. റീജൻസിക്ക് ശേഷം അതിനുശേഷമാണല്ലോ പൗരോഹിത്യ വസ്ത്രം ധരിക്കുന്നത്. അതിനുശേഷമാണ് ദൈവശാസ്ത്രം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ സമയത്തെ ചിന്തകളൊക്കെ എങ്ങനെയായിരുന്നു? എങ്ങോട്ടാണ് സെമിനാരി പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പഠനം പിന്നെ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? എനിക്ക് ലഭിച്ച സെമിനാരി ആലുവ മംഗലപ്പുഴ സെമിനാരി ആയിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചൊന്നുമില്ല കേട്ടോ. ഏത് സെമിനാരി വിട്ടാലും പോകാമെന്നേ ഉള്ളൂ. അപ്പം ഇവിടെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പം മംഗലപ്പുഴയിലോട്ട് കിട്ടിയപ്പം ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ നേരത്തെയൊക്കെ പോയിട്ടുണ്ട് മംഗലപ്പുഴയിൽ. ഞങ്ങൾ ഇവിടെ കളിക്കാനുണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച്. അപ്പം അതുകൊണ്ട് അവിടെ പോയിട്ടുമുണ്ട്. ചിലർക്ക് വോളിബോൾ കളിക്കാനുണ്ടായിരുന്നു. അപ്പം തോറ്റിട്ടൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു വിഷമമുണ്ട്. എന്നാൽ ആലുവ ചെന്നപ്പം അവിടെ വേറൊരു മൈൻഡ് സെറ്റായി. വോളിബോൾ കളിക്കാനുണ്ടായിരുന്നു പറയുമ്പോൾ സാധാരണ നന്നായിട്ട് കളിക്കുന്നവരാണല്ലോ മറ്റ് സെമിനാരികളുമായിട്ടുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വോളിബോൾ എക്കോർട്ടിൽ കളിക്കുമായിരുന്നു അല്ലേ? ഫിലോസഫിയിലുണ്ടായിരുന്നു. കൊള്ളാം, നല്ല കാര്യം. അങ്ങനെ ദൈവശാസ്ത്രത്തിന് പാസ്റ്റർ പോയ അനുഭവങ്ങളോ ഒക്കെ പങ്കുവയ്ക്കാവോ? ഓക്കെ. അവിടെ നമ്മുടെയൊക്കെ രൂപതയിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഓരോ നാടിനും അതിൻ്റേതായ സംസ്കാരവും ആളുകളും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പം ആലുവ സെമിനാരി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. വ്യത്യസ്തതകൾ ഒന്നിച്ച് ചേരുന്ന ഒരിടമായിട്ട് ആലുവ സെമിനാരി തോന്നിയിട്ടുണ്ട്. ഒത്തിരി വളർച്ചയെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3.5 വർഷക്കാലം ഒത്തിരി പ്രത്യേകിച്ച് പാസ്റ്റർ പോയ സ്ഥലം തന്നെ പറയാം. 4 ഇടവകളിൽ പോയിട്ടുണ്ട്. ആദ്യത്തെ വർഷം എറണാകുളം രൂപതയിലെ ചുള്ളി എന്ന ഇടവകയിലാണ് പോയത്. അതൊരു 6 മാസക്കാലം ഉള്ളായിരുന്നു. 6 മാസം ഇല്ല തികച്ച്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ അച്ഛൻ നല്ല സൗഹൃദമായിരുന്നു. ഇടവക്കാരും നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ സംസ്കാരത്തിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ടുള്ളൊരു സംസ്കാരം. പിന്നീടുള്ളായിരുന്ന 3 വർഷം വിരിഞ്ഞാലക്കുടയിലാണ് കൊണ്ടിരുന്നത്. ആദ്യത്തെ വർഷം കൊറ്റനെല്ലൂർ എന്ന് പറയുന്ന ഇടവകയിലായിരുന്നു. എല്ലാം തന്നെ ഒരു 500-ന് മുകളിൽ വീട്ടുകാരുണ്ട്. അപ്പം അവിടെ ഭയങ്കര ആൾക്കാർ അവരുടെ. പിന്നീട് 2ാമത്തെ വർഷം പോയ അവിട്ടത്തൂർ എന്ന് പറയുന്ന ദേവാലയം, അവസാനം പോയത് പോട്ട എന്ന് പറയുന്ന ദേവാലയം. അപ്പം ഒത്തിരി ആഘോഷങ്ങളുടെയൊക്കെ ഒരു നാടാന്ന് പറയാം. ആൾക്കാർ ഭയങ്കര കരുതലാണ്. ഒത്തിരി ഇടപെടുന്ന ആൾക്കാരാണ്. നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇടിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ആഘോഷങ്ങളെയും ഉത്സവത്തെക്കുറിച്ച് ഒത്തിരി സംസാരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ അവർ പള്ളിയോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്നത് കേട്ടോ. നല്ലൊരു വിശ്വാസ സമൂഹമാണ്. പിന്നെ അവരുടെ നാട് ഒരു ഉത്സവത്തിൻ്റെ നാടാണ്. അതിൻ്റെ ഒരു തീഷ്ണത അവരിലുണ്ട്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ആ സമയത്ത്. അതുപോലെ തന്നെ അവരുടെ വിശ്വാസ ജീവിതം കേട്ടോ മനോഹരമായിട്ട് നമുക്ക് മുമ്പിൽ മാതൃകയായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഒത്തിരി ദൈവവിളികളൊക്കെ ഉള്ള ഇടവകകളാണ്. ഒത്തിരി പരിപാടികളൊക്കെ അവർ ഇടവകയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ഒരു മാതൃകയായിട്ടൊക്കെ സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ്. നല്ല ഇടവകളായിരുന്നു. എല്ലാം നല്ല നല്ല ഓർമ്മകളായിട്ട് അവശേഷിക്കുന്നുണ്ട് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല നല്ല ഓർമ്മകളെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട് ഡീക്കൻ. ആദ്യം മുതലേ സംസാരിക്കുന്നുണ്ട്. സെമിനാരി ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷേ ഈ പൗരോഹിത്യ ജീവിതാന്തസ്സിലേക്ക് ഞാൻ ചേർന്നവനല്ലെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് ഇതുകൊണ്ട് സാധാരണയൊക്കെ പണ്ട് പറയാറുണ്ട് സെമിനാരി പോയാൽ പന്നിയൊക്കെ കഴിയിപ്പിക്കും, പണികളെല്ലാം ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ വെളിച്ചത്തിൽ എനിക്കിത് പറ്റുന്നില്ല, മറ്റ് ജീവിതം തിരിച്ചു പോയേക്കാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും സങ്കടകരമായ അനുഭവങ്ങൾ സെമിനാരി വന്നിട്ടുണ്ടായിട്ടുണ്ടോ? ഒരു 10-11 വർഷ കാലഘട്ടത്തിൽ ഉറപ്പായിട്ടും അങ്ങനെ ചിന്തിക്കും. കാരണം ആ ഒരു പ്രായത്തിൻ്റെതായുള്ള ചിന്തകൾ അന്നും ഇന്നും എല്ലാം ഉണ്ട്. ചിന്തിക്കണം തീർച്ചയായിട്ടും. ഓക്കെ. പിന്നീട് എനിക്ക് ജോലിയോട് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് എനിക്ക് ജോലി അങ്ങനെ ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ മാനുവൽ വർക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര താല്പര്യമാണ് ജോലികൾ ചെയ്യാനായിട്ട്. ജോലി ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യമുള്ളതുകൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നീട് സെമിനാരി ഫോർമേഷൻ നമുക്കറിയാം ഒരു സെമിനാരിയുടെ കെട്ടിടത്തിനുള്ളിലൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഫിലോസഫി കാലം ഒന്നുകൂടെ അടഞ്ഞു പോയൊരു കാലഘട്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കൊറോണയൊക്കെ വന്നു. ആ സമയത്ത് നമുക്ക് ഇച്ചിരി കൂടെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. കാരണം നമുക്ക് പുറത്തോട്ട് അധികം സാധ്യതയില്ല. അതെല്ലാവരുടെയും വിഷയമായിരുന്നു. എങ്കിലും വേറെ ഇടവകകളിലോട്ടോ മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ സാധിക്കും. നമ്മുടെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒതുങ്ങിത്തീർന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആ സമയത്തുണ്ടായിരുന്നു. പിന്നീട് ചെറിയ ചെറിയ ജീവിതത്തിൻ്റെതായ ക്രൈസിസുകളൊക്കെ നേരിട്ടിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ഓവർകം ചെയ്യാൻ സാധിച്ചത് എങ്ങനെയാണ്? സ്പിരിച്വൽ ഫാദേഴ്സ് ഉണ്ട്, അത് നല്ല സഹായമാണ്. പിന്നെ കൂട്ടുകാരും നല്ല ഷെയറിങ്. അമ്മയോടൊക്കെ ഷെയർ ചെയ്യുമ്പം അവരെയൊക്കെ വലിയ സപ്പോർട്ടാണ്. വലിയൊരു സ്പിരിച്വൽ ഫാദറൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ അതൊക്കെ വലിയൊരു മാതൃകയാണ്. പിന്നെ കൂട്ടുകാരുടെ കാര്യം
നമ്മുടെയൊക്കെ ഇതേ ഒരു വേവലന്തി കടന്നു പോകുന്നവരാണ്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് കിട്ടും. അതൊക്കെ വലിയൊരു പ്രചോദനമായിരുന്നു കേട്ടോ. എൻ്റെ ബാച്ചിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കുറേയൊക്കെ കാര്യങ്ങൾ പറയാനായിട്ടുള്ളവരുണ്ട്. അവരുടെയൊക്കെ ജീവിതം എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. പലരുടെയും അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് കടക്കുവാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ തന്നെ വലിയൊരു പ്രചോദനമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒത്തിരി ദൈവാനുഭവമുള്ള ആളുകളുടെ ഇടയ്ക്ക് ജീവിച്ചപ്പോഴാണ് ദൈവാനുഭവം ഫീൽ ചെയ്യുന്നതും ദൈവം കൂട്ടിനുണ്ടെന്നുള്ള വിചാരമൊക്കെ വരുന്നത്. അങ്ങനെ സെമിനാരി പരിശീലനം അവസാനിപ്പിച്ച് പൗരോഹിത്യത്തിന് ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാണ് പൗരോഹിത്യ സ്വീകരണ ദിവസം? എന്നാണ് ഡിസംബർ 31, 2025 ഈ വർഷം അവസാനം രാവിലെ 9:15 തിരുപ്പട്ടം. അഭിവന്ധ്യ തറയിൽ പിതാവാണ് പട്ടം നൽകുന്നത്. അന്ന് നമ്മുടെ രൂപത ഒരു പട്ടമുള്ളൂ, എൻ്റെ മാത്രമേ ഉള്ളൂ. വെച്ച് അല്ലേ? പൗരോഹിത്യം അറിയാമല്ലോ, നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നല്ല, ഈ മാക് ടിവിയുടെ പ്രേക്ഷകരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസാനുഭവവും നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ ദൈവാനുഭവങ്ങളും ഒക്കെ കേൾക്കാൻ ഒത്തിരി സന്തോഷമാണ്. ഒത്തിരി അത് ഞങ്ങളെയും തീർച്ചയായിട്ടും, എന്നെ മാത്രമല്ല മാക് ടിവിയുടെ പ്രേക്ഷകരെ എല്ലാവരെയും അതൊത്തിരി സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ലോകത്തിൽ ഒരുപക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളുമൊക്കെ കുറഞ്ഞു പോകുന്ന എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അതിനിടയ്ക്കും ഇങ്ങനെ ധാരാളം ആളുകൾ പലവിധ ജീവിതാന്തസ്സുകളിലേക്ക്, സന്യാസ ജീവിതത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നവർ ധാരാളമുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ അതിനുള്ള വെല്ലുവിളികളും ധാരാളമാണ്. പൗരോഹിത്യ പരിശീലനത്തിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, സെമിനാരിൽ കൂട്ടുകാരുണ്ട്, സഹായത്തിന് എപ്പോഴും ആൾക്കാരുണ്ട്, നമ്മളെ സഹായിക്കാൻ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെക്കെല്ലാം ഒറ്റയ്ക്കാണ് നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ നയിക്കേണ്ടത്. വെല്ലുവിളികളൊക്കെ ഉണ്ടാവാം. അതിനെങ്ങനെയാണ് നേരിടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലാനിങ്ങിനെ കുറിച്ചൊന്നും പറയാനായിട്ടില്ല. എങ്കിലും ഇതുവരെയുള്ള ജീവിതത്തിൽ കുറേ പ്രതിസന്ധികളൊക്കെ നേരിട്ടു. അതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് ഇനിയും വരുന്ന പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നല്ലൊരു ചിന്തയാണ്. കാരണം ഈ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തുണ്ടായാലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഡീക്കൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഇത്രയും കാലം എനിക്ക് എങ്ങനെ ചെയ്യാൻ സാധിച്ചു, ഇത്രയും കാലം ഞാൻ എങ്ങനെ ഇവിടെ വരെ എത്തി. അപ്പം നമുക്ക് കിട്ടുന്ന ചെന്നെത്തുന്ന അവസാന ഉത്തരം ദൈവം എന്നുള്ളതാണ്. ദൈവമാണ് ഇതുവരെ വഴി നടത്തിയത്. അങ്ങനെയെങ്കിൽ ഇതും എനിക്ക് മുമ്പുള്ള ഈ പ്രശ്നങ്ങളും ദൈവം എന്നെ സഹായിച്ചോളൂ എന്ന വിചാരം വരും. തീർച്ചയായിട്ടും ആ വിചാരമാണ് വേണ്ടത്. എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഫിലോസഫി പഠിച്ചു, അതിനുശേഷമാണ് ദൈവശാസ്ത്രം പഠിച്ചത്, സഭയുടെ നിയമങ്ങളൊക്കെ പഠിച്ചു, ബൈബിളൊക്കെ ധാരാളം പഠിച്ചു. ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം ഏതാ? സുവിശേഷ ഭാഗങ്ങളെല്ലാം ഭയങ്കര ചിന്തിപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ വചനമൊക്കെ വ്യാഖ്യാനിക്കാനായിട്ടൊക്കെ അവസരം കിട്ടുമ്പോൾ നമ്മളിരുന്ന് ചിന്തിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ എന്നാ പറഞ്ഞാലും ചിന്തിക്കും. അപ്പം ചിന്തിക്കുമ്പം എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എപ്പോഴും ഒരു മാസമായിട്ടൊക്കെ തോന്നിയിട്ടുള്ളത് എനിക്ക് പൗലോസ്ലീഹയുടെ ലേഖനം, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 തൊട്ട് ആ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന 13-ാം വാക്യം വരെയുള്ള വാക്യങ്ങളാണ്. അത് ഭയങ്കര ഒരു മാസ സാധനമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും പിള്ളേരൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ധരിപ്പ് തോന്നും. ആ ഒരു വചനഭാഗത്തോട് ഭയങ്കര ഇഷ്ടമാണ്. തീഷ്ണതയേറിയ ഒരു സ്ലീഹായായിരുന്നു പൗലോസ് സ്ലീഹ. സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി യാത്ര ചെയ്ത ആളാണ് പൗലോസ് സ്ലീഹ. യാത്രകളൊക്കെ ഇഷ്ടമാണോ? യാത്രകളൊക്കെ ഇഷ്ടമാണ്. അത് കൂടുതൽ നാടുകളെയും വ്യക്തികളെയൊക്കെ കണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെല്ലാം വണ്ടിയെടുത്ത് അല്ലെങ്കിൽ ബസ് കയറി ഒന്നുമില്ലാതെ യാത്ര ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അതോടൊപ്പം അതിനുവേണ്ടി ഒത്തിരി പഠിക്കുന്നുണ്ട് പിള്ളേർക്ക്, അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. നമുക്കാണെങ്കിലും തന്നെ ഒത്തിരി അനുഭവങ്ങൾ ഓരോരോ യാത്രയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇഷ്ടം. പൗലോസ് സ്ലീഹയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അറിയാൻ ആഗ്രഹമുള്ള മറ്റൊരു കാര്യം, തീർച്ചയായിട്ടും നമ്മളെ ഒത്തിരി സ്വാധീനിക്കുന്ന ആളുകൾ പൗരോഹിത്യത്തിലേക്കായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ജീവിതാന്തസ്സുകളിലേക്കായിക്കോട്ടെ, തീർച്ചയായിട്ടും നമുക്കൊരു റെഫറൻസ് പോയിന്റ് എപ്പോഴും കാണും. എന്ന് പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട വിശുദ്ധനാരാ? വിശുദ്ധയും പറയാമല്ലോ. തീർച്ചയായിട്ടും ഒത്തിരി വിശുദ്ധരെ ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ പ്രസംഗം വിശുദ്ധ ബെർണാദിനെ കുറിച്ചാണ്. പക്ഷേ ബെർണാദിനെ കുറിച്ച് ഒത്തിരി ഒന്നും അറിയില്ല. പ്രസംഗത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. അതിനുശേഷം നിരട സെമിനാരി വെച്ച് എനിക്ക് പ്രസംഗം പറയാനായിട്ട് കിട്ടി, വിശുദ്ധ മരിയ കൊരിയത്തെക്കുറിച്ച്. അത് ഞാൻ ഓർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഇംഗ്ലീഷിലൊരു 2-3 മിനിറ്റ് പറഞ്ഞാൽ മതി. അപ്പം റെഫക്ടറി നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് പറഞ്ഞാൽ മതി. അപ്പം എനിക്ക് തന്നെ ഏതാണ്ട് ആദ്യം പറയണമെന്നുള്ള രീതിയിൽ നറുക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും പറയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എല്ലാവരും ഒരു ദിവസം അവിയും പറഞ്ഞ്. അപ്പോൾ സെമിനാരിൽ നമ്മുടെ അനുഭവം അറിയാമല്ലോ. അപ്പം അങ്ങനെ വീണ് ഞാൻ തന്നെ ആദ്യം പറഞ്ഞു മരിയ കൊരിയത്തെക്കുറിച്ച്. അപ്പം വിശുദ്ധയുടെ ജീവിതം കുറച്ച് വായിക്കേണ്ടിയൊക്കെ വന്നു കുഞ്ഞായിട്ട്. അത് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് വിശുദ്ധിയെ പ്രതി ഒത്തിരി സ്വന്തം ജീവൻ പരിഗണിച്ച വ്യക്തിത്വമാണ്. അപ്പം അത് ഞാൻ ഓർക്കാൻ കാരണം പിന്നീട് ആർക്കും പറയേണ്ടി വന്നില്ല പ്രസംഗം, എനിക്ക് മാത്രമേ പറയേണ്ടി വന്നുള്ളൂ. അത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. കാരണം എന്താ? പിന്നീട് തിരക്കുകളുടെ ഒരു കാലഘട്ടമായിരുന്നു, അവസാന കാലഘട്ടമാണ്. ഇച്ചിരി താമസിച്ചാണ് അവിടെ തുടങ്ങിയത് ആ സമയത്ത് പ്രസംഗം. അപ്പം
ഞാൻ മാത്രം പെട്ടുപോയില്ല. എനിക്കൊരു നല്ല അനുഭവമായിരുന്നു ആ വിശുദ്ധയെ ഒന്ന് പരിചയപ്പെടാൻ. അപ്പം ആ വിശുദ്ധ ഇഷ്ടമാണ്. പിന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസിസി ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് അസിസി ഇഷ്ടമാകുന്നത്? ഒത്തിരി പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി. പിന്നെ തിയോളജി പഠിച്ചപ്പം കൺവെൻചേഴ്സൊക്കെ കൂടെ ഉണ്ടായിരുന്നു, TUR-കാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ സ്പീച്ചിലും ഒരു അസിസിയുടെ തോട്ട് കാണും. അപ്പം നമുക്കും ഇത് കേട്ട് അതിനോടൊക്കെ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ ഇഷ്ടമാണോ? കൃഷിയൊക്കെ ഇഷ്ടമാണ്, അത്യാവശ്യം. പൗരോഹിത്യ പരിശീലനത്തിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറേ കൂടെയൊക്കെ ലോകം കാണും, ആളുകളെ പരിചയപ്പെടും, നമ്മൾ ലോകത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കും. തീർച്ചയായിട്ടും പൗരോഹിത്യ ജീവിതം എന്നുള്ളതിനപ്പുറമായിട്ട് മറ്റ് ജീവിതങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്തറിയാനൊക്കെ സാധിക്കും. പൗരോഹിത്യം പരിശീലനം ഉപേക്ഷിച്ച് മറ്റൊരു പരിശീലനത്തിലേക്ക് പോകാം, അല്ലെ മറ്റൊരു ജീവിതാന്തസ്സിലേക്ക് പോകാം, മറ്റൊരു ജോലി നേടിയെടുക്കാം, അല്ലെ എനിക്ക് കൂടുതലായിട്ട് ഇന്ന കാര്യം കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പം ആ ഫീൽഡിലേക്ക് മാറാമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ചിന്തിക്കാതിരുന്നിട്ടില്ല. ഓരോ വളർച്ചാ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കും. പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ മറ്റ് ജീവിതാവസ്ഥകളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ അത് കൂടുതൽ വളർത്താനായിട്ട് സഹായിച്ചിട്ടുള്ളൂ. എനിക്ക് പട്ടാളം അങ്ങനെയുള്ള മേഖലകളൊക്കെ ഇഷ്ടമായിരുന്നു. പട്ടാളം, പോലീസ്, ആ ഒരു മേഖലകളെയും അവരുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അവരുടെ ഒരു ചിട്ടയായ ശൈലിയും പിന്നെ അവർ ചെയ്യുന്ന ഭാരമേറിയ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ, പ്രത്യേകിച്ച് നാടിന് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതുപോലെ തന്നെ ആ വലിയമായിട്ട് കമ്പയിൻ ചെയ്യാൻ സാധിക്കത്തില്ല, എങ്കിലും നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ സേവനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതും, ഈ പൗരോഹിത്യ വിളി. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതിനോട് കൂടുതൽ താല്പര്യം തോന്നിയിട്ടുണ്ട്. പിന്നെ ദൈവം മറ്റേതൊക്കെ നാടിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതായിട്ട് തോന്നിയത് കൊണ്ടാണ് പിന്നെയും പട്ടാളവും അല്ലെ പോലീസും അങ്ങനെയുള്ള ജോലികളൊക്കെ ഇഷ്ടമായിട്ടും അവസാനം ഇത് ദൈവത്തിന് വേണ്ടിയാണല്ലോ എന്നുള്ള ഒറ്റ പോയിന്റിലാണ് തിരിച്ച് പൗരോഹിത്യം മാത്രം മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ ആദ്യം സെമിനാരിൽ ചേർന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, വീട്ടിൽ നിന്നൊക്കെ മാറി സെമിനാരിലേക്ക് വന്നപ്പം അവിടെ കൃത്യമായി ടൈം ടേബിളുകളുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു ദിവസം കടന്നു പോകുന്നു അറിയുന്നില്ലായിരുന്നു. ഇപ്പോൾ ഈ പട്ടാളത്തെക്കുറിച്ചും പോലീസുകാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് തന്നെ ആവർത്തിച്ചു, അവർക്കും കൃത്യമായ ടൈം ടേബിളുകളുണ്ട്. ഡീക്കൻ്റെ ഒരു ദിവസത്തെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എങ്ങനെ ഒരു ദിവസം എങ്ങനെ കടന്നു പോകുന്നത്, സാധാരണ ഒരു ദിവസം എങ്ങനെ കടന്നു പോകുന്നത്? പക്ഷേ പ്രാർത്ഥനയില്ലാതെ പൗരോഹിത്യം ഇല്ല. അപ്പം പ്രാർത്ഥനാ ജീവിതം ഇതിൻ്റെ ഭാഗമാണ്. ഞാൻ വിചാരിക്കുന്നു ഓരോ നിമിഷം ഒരു പ്രാർത്ഥനയിലാണ്. ഇപ്പം പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം, അതിന് പ്രാധാന്യമുണ്ട്. എങ്കിലും ഒരു ദൈവത്തോടുള്ള അടുപ്പം എപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കാനായിട്ടാണ് ശ്രദ്ധിച്ചേക്കുന്നത്. കാരണം എന്ത് പറ്റിയാലും ദൈവം എന്തുകൊണ്ട് അങ്ങനെ, നമുക്കൊരു ചോദ്യമുണ്ട്, ഒരു കൂട്ടുകാരനെ പോലെയുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. കാരണം പുള്ളിക്കാരനാണ് നമ്മളെ വിളിച്ചത്, പുള്ളി തിരഞ്ഞെടുത്ത വിളിയാണ്, നമ്മൾ തിരഞ്ഞെടുത്തതല്ല, പുള്ളി തിരഞ്ഞെടുത്തു, അതുകൊണ്ട് ഇവിടം വരെ എത്തി. അപ്പം എന്ത് വന്നാലും ഞാൻ ദൈവത്തിനെടുത്ത ദൈവം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ കൂട്ടുകാരോട് പറയുന്ന ഒരു പിണക്കം, അതൊക്കെ എനിക്ക് മനസ്സുകൊണ്ട് പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്. അതെനിക്ക് കൊച്ചിലെ തൊട്ട് ഇങ്ങനെ മനസ്സിൽ വന്നത്. ഒരുപക്ഷെ അന്നത്തെ മതബോധന അധ്യാപകരൊക്കെ നമുക്ക് മനസ്സിൽ ചോദിച്ചു തന്ന ചില സൗഹൃദമായിരിക്കും, ഈശോയോട് ഇങ്ങനൊരു കൂട്ടുകാരനെ പോലെ സംസാരിക്കുക. അതെനിക്ക് ഇന്നും ഉണ്ട് കേട്ടോ. എന്തുണ്ടായാലും ആദ്യം അങ്ങനെ ചോദിക്കും. ഞാൻ അച്ഛനായതിനു ശേഷം ആ കാലഘട്ടത്തിലും സെമിനാരി പഠിക്കുന്ന കാലത്തും അച്ഛനായതിനു ശേഷവും ഞാൻ ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്, ഈ ദൈവം വിളിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകൾ. ചിലപ്പം വിചാരിക്കും ഇവർ നല്ല മനുഷ്യനാണല്ലോ, ഇവന് ചിലപ്പം പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ കുട്ടിക്ക് സന്യാസത്തിലേക്ക് പ്രവേശിക്കാം, പക്ഷെ അതുപോലെ നന്നായിട്ട് ജീവിക്കുന്ന കാണുന്നു. പക്ഷെ അവരോട് സംസാരിക്കാൻ അവർ പറയുന്നത് ദൈവവിളി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് വർഷങ്ങൾ തള്ളി നിൽക്കുന്ന കാണാം. ചിലപ്പം കല്യാണപ്രായം കഴിഞ്ഞിട്ടും 10-40 വർഷം വയസ്സൊക്കെ കഴിഞ്ഞിട്ട് 45 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 50-65 വയസ്സ് കഴിഞ്ഞവരെപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചിന്തയുമായിട്ട് നടക്കുകയാണ്, ദൈവം വിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ഉറപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് കല്യാണത്തിലേക്കും വിവാഹ ജീവിതത്തിലേക്കും പ്രവേശിക്കുന്നില്ല, പൗരോഹിത്യത്തിലേക്കും പ്രവേശിക്കുന്നില്ല. ഇങ്ങനെ എന്നാൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, ജീവിതം മുമ്പോട്ട്, പക്ഷേ അവർ സാറ്റിസ്ഫൈഡ് അല്ല താനും, ഇതിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതിൽ സാറ്റിസ്ഫൈഡ് അല്ല താനും. ഡീക്കൻ സോണിക്ക് ദൈവം വിളിക്കുന്നുണ്ടെന്ന് ഏത് മൊമെൻറ്റിലാണ്? ചിലപ്പോൾ സെമിനാരിൽ ചേർന്നതിന് ശേഷമായിരിക്കും, നമ്മൾ ഒരു പരിശീലനത്തിൽ ഏർപ്പെട്ടതിന് ശേഷമായിരിക്കും ചിലപ്പോൾ തോന്നുന്നത് ഓക്കെ എനിക്ക് ദൈവവിളി ഉണ്ട്, എനിക്കത് ബോധ്യപ്പെടുന്നു. അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റുകളോ അല്ലെങ്കിൽ എപ്പോഴാണ് ദൈവം വിളിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി തുടങ്ങിയത്? ചെറിയ പ്രായത്തിൽ തൊട്ടേ നമുക്കറിയാം ഇതിനോടൊരു താല്പര്യം ഉള്ളിലുണ്ട്. പിന്നീട് സ്കൂൾ കാലഘട്ടത്തിലൊക്കെയാണെന്ന് കുറയുന്നത്, കാരണം നമ്മൾ അതിൻ്റേതായ തിരക്കുകളിലൊക്കെ ഏർപ്പെട്ടു. പിന്നീട് സെമിനാരിലോട്ട് വരുന്നതും അവിചാരിതമായിട്ടായിരുന്നു വരുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കൾ, ഞങ്ങൾ സെലക്ഷന് വേണ്ടി 10-12 പേരോളം വന്നു, എൻ്റെ ഇടവകയിൽ നിന്നുള്ള എൻ്റെ കൂട്ടുകാർ. അതിലൊരാളും കൂടെ സെമിനാരിയിലുണ്ട് കേട്ടോ. ദൈവം സഹായിച്ച അടുത്ത വർഷം അദ്ദേഹത്തിൻ്റെ പട്ടം കാണും. അപ്പോൾ അത്രയും പേര് ഞങ്ങൾ ക്യാമ്പിന് വന്നു. ഇടവകയോട് ഞങ്ങൾ ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ഒരു യൂത്തായിരുന്നു, സമൂഹമായിരുന്നു. എൻ്റെ കൂട്ടുകാരന്മാർ, അത് വലിയൊരു സപ്പോർട്ടായിരുന്നു. അപ്പം
പിന്നീട് ആ സമയത്ത് വന്ന അച്ഛന്മാരുടെയും കൂടെ ഒരു സഹകരണം, മീൻസ് അവരുമായിട്ട് ഒന്നിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിച്ചു. അപ്പോൾ അതൊക്കെ ഒരു ദൈവവിളിയോട് ഇഷ്ടപ്പെടാനും അത് നമുക്കൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ദൈവം നമ്മളെയും കൂടെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു ഉള്ളിലൊരു തോന്നലൊക്കെ വരുത്തിയ ഒരു സാഹചര്യം. അതുകൊണ്ടൊക്കെയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ സെമിനാരി ചേർന്നത്. പിന്നീട് സെമിനാരി ആയിരുന്ന കാലഘട്ടത്തിലാണ് പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. ഓരോരോ കാലഘട്ടം എന്തുകൊണ്ട് ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ആദ്യം നമ്മൾ ചില പുറമേയുള്ള കാഴ്ചകളായിരിക്കാമല്ലോ നമ്മുടെ എന്തൊരു വസ്തുവിനെയും അല്ലെങ്കിൽ ഒരു തൊഴിലിനെയും അല്ലെങ്കിൽ ഒരു ജോലി മേഖലകളെയൊക്കെ നമ്മളെ അടുപ്പിക്കുന്നത്. അപ്പം ഇതൊരു തൊഴിലായിട്ടല്ല, എങ്കിലും ദൈവവിളിയെ നമുക്കിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒത്തിരി ആകർഷിക്കും. അതൊരു വിളിയുടെ ഒരു ഘട്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ചില ആകർഷണത്തിൽ തുടങ്ങുന്നു, പിന്നീട് എന്നതാ കൂടുതലും വളർത്താനായിട്ട് സഹായിക്കും. നമ്മൾ ഈ കുഴിക്കകത്തും വെള്ളത്തിലുമൊക്കെ വീണിട്ട് പിന്നീട് അതിൽ നിന്നൊക്കെ ഉയർന്നു വരാനായിട്ടുള്ള ഒരു സാഹചര്യം സെമിനാരിൽ നിന്ന് തന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ. നമുക്ക് വീഴ്ച വളർത്തുന്നതായിട്ട് തോന്നാം. പിന്നീട് നമ്മുടെ വിളിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. ആദ്യമൊക്കെ നമുക്ക് ഇന്നതാകണം, നമുക്കൊരു കുറേയൊക്കെ നമ്മൾ രൂപകൽപ്പന ചെയ്തൊക്കെയാണ് പോകുന്നത്. നമ്മൾ ഇന്നതാകണം, ഇന്ന രീതിയിലൊക്കെ പോകണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതൊന്നും അല്ല, നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അല്ല ചെല്ലുന്നത്. ഇതുവരെയുള്ള ലൈഫ് തന്നെ നോക്കിയാൽ മതി. നമ്മൾ പ്രതീക്ഷിക്കാത്ത ടെസ്റ്റുകളൊക്കെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നത്. എൻ്റെ ജീവിതത്തിലും കുറേയൊക്കെ സംഭവങ്ങളൊക്കെ മാരകമായ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ കടന്നു. ടെസ്റ്റ് പറയാമോ? സ്വാഭാവിക കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറയാം, ഒരു കൊറോണ കാലഘട്ടത്തിലൊക്കെ ഇച്ചിരി കൂടെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ഒരു കാലഘട്ടം. കാരണം ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മളൊന്നുകൂടെ അടഞ്ഞുപോയ സമയമാണ്. അപ്പോൾ ഒന്നുകൂടെ അമ്മ വയ്യാതെ വന്ന സാഹചര്യമാണ്. അമ്മ ഏതാണ്ടൊക്കെ ഡോക്ടറിനോട് പറഞ്ഞ് മരിച്ചു പോവും. ഒരു അവസാനത്തെയൊക്കെ സ്റ്റേറ്റ്മെൻ്റൊക്കെ പുള്ളിക്കാരുടെ എന്ന് കേട്ടപ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം സ്ട്രഗിൾ ചെയ്ത സാഹചര്യമാണ്. പിന്നെ ഇത് സമൂഹം മൊത്തം ഒരു ബുദ്ധിമുട്ടിൻ്റെ ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് സെമിനാരിയിലായിരുന്നു കുറേ കൂടെ കാലഘട്ടം. അപ്പം കുറച്ച് ശാരീരികമായ ഇഞ്ചുറികളൊക്കെ ആ സമയത്ത് തന്നെ വന്നു. കൈ ഒരു ഷോൾഡർ ഒരു പിന്നെ മുട്ട് ACL സർജറി ചെയ്തു. അപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഈ കുറേ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ശരീരവും കൂടെ അതിനോട് നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടൊരു ചെറിയ തളർച്ചയൊക്കെ ഉണ്ടാകും. അതൊക്കെ ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ പോരാഞ്ഞിട്ട് ഉള്ള പ്രശ്നങ്ങളെല്ലാം കൂടെ നമ്മൾ ചിന്തിക്കും. ഷോൾഡറിൻ്റെ വേദനയും കാലിൻ്റെ വേദനയൊക്കെ നേരെയായോ? എല്ലാം സർജറിയൊക്കെ കഴിഞ്ഞു. ഇപ്പം 10 മടങ്ങ് ഞാൻ കളിക്കുന്നുണ്ട്. അപ്പം അതിനേക്കാളും കൂടുതലായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ എങ്ങനെയാണ് ഇത് വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ കാരണമായത് എങ്ങനെയാണ്? ഒന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ പേരുടെ പ്രാർത്ഥനയൊക്കെ ഉറപ്പായിട്ടും കാണും കേട്ടോ. പ്രത്യേകിച്ച് അമ്മയോടൊക്കെ സംസാരിക്കുമ്പം പറയുമായിരുന്നു അതൊക്കെ സഹിക്കാനായിട്ട് ഒരു പ്രചോദനമായിരുന്നു. പ്രത്യേകിച്ച് അവരൊക്കെ അത്ര സഹിക്കുമ്പം ഒന്നും ഏറ്റെടുക്കുന്നില്ലെന്നൊക്കെ തോന്നും. നമുക്കിങ്ങനെ നമുക്ക് ഈ ബാഹ്യമായ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടും. അതിനേക്കാളും ഒത്തിരി ഉള്ളിൽ വേദനിക്കുന്നവരാണ് മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ. പിന്നെ പലരുടെയും ജീവിതങ്ങളൊക്കെ തന്നെ കേട്ടോ, കൂടെ ഉള്ളവരെ തന്നെ ചിന്തിക്കും. ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം കൂടെയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. പിന്നീട് ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ സ്പിരിച്വൽ ഫാദേഴ്സിനോടൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യും. നമ്മളെ നിലനിൽക്കാനൊക്കെ കൂടുതൽ സഹായിക്കുന്ന അവരുടെ ചില വാക്കുകൾ, 1-2 വാക്കുകളൊക്കെ മതി. ചിലപ്പോൾ നമുക്ക് അതുകൊണ്ട് 1-2 ആഴ്ച അടിപൊളിയായിട്ട് പോകും. അതൊരു വലിയ സഹായമായി. ഡീക്കൻ ഇപ്പോൾ മറുപടി പറഞ്ഞപ്പോൾ അമ്മയെ പരാമർശിച്ചു. കുറച്ച് മുമ്പ് അമ്മയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ മനഃപൂർവ്വമാണ് ഇത്രയും നേരം അമ്മയെക്കുറിച്ച് ചോദിക്കാതിരുന്നത്. അമ്മ ഒരു പക്ഷേ ഡീക്കനുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഡീക്കൻ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അമ്മ സ്വർഗത്തിലാണ്, ഈശോയോടൊപ്പം സ്വർഗത്തിലുണ്ട്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? എനിക്ക് തോന്നുന്നത് ദൈവവിളിയിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത് അമ്മ തന്നെയാണ്. പള്ളി ഇപ്പോൾ മടി ഉണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിലൊക്കെ അമ്മ വിളിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഈ സെമിനാറിലൊക്കെ ആയിരുന്നപ്പം അമ്മയായിട്ടൊക്കെ ഒന്നിച്ച് നടന്നു പോകുന്ന അവസരങ്ങളൊക്കെ ഓർക്കുന്നു. ഞാൻ പറഞ്ഞ ചിലപ്പോഴൊക്കെ ഒരു സ്പിരിച്വൽ ഫാദറിൻ്റെ ഒരു സപ്പോർട്ട്, അത് അച്ഛന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും എങ്ങനെയാണ്. സെമിനാരിയിൽ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ഫാദർ നമുക്ക് ചില അവസരങ്ങൾ നൽകുന്ന സപ്പോർട്ടൊക്കെ ഉണ്ട്. ഒരു പക്ഷേ നമുക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നീട് ഈ വയ്യാഴിയുടെയൊക്കെ സമയത്തും ഒത്തിരി പ്രാർത്ഥിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ പോലും ശരിക്കും മടി പിടിക്കും ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കാനൊക്കെ. കാരണം ഞാൻ മനുഷ്യനായതുകൊണ്ട് എനിക്കറിയാം. അപ്പം പ്രാർത്ഥനയിൽ ചില സമയത്തൊക്കെ മടി തോന്നിയാൽ പോലും ഇവരുടെയൊക്കെ പ്രാർത്ഥന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു നാണക്കേടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നീ ഇതൊക്കെ പഠിച്ചിട്ടും നീ എന്നാടാ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാതെ നമ്മുടെ ഉള്ളി മനസ്സിങ്ങനെ തോന്നിപ്പിക്കും. അപ്പം അതൊക്കെ വലിയൊരു പ്രചോദനമാണ്. അമ്മ വലിയ മാതൃകയാണ്. ഒരുപക്ഷെ വീഡിയോയിലേക്കൊക്കെ നയിച്ചതും ഇവരുടെയൊക്കെ വിശ്വാസം, ഈ സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാണാൻ വരുന്നത്. തിയോളജി വലുതായിട്ട് പഠിക്കുന്നില്ലെങ്കിലും അത്യാവശ്യമൊക്കെ പഠിക്കുമ്പോൾ എവിടെയൊക്കെ നഷ്ടപ്പെടാവുന്ന നമ്മുടെ വിശ്വാസ ചിന്തകളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഇടവകയിലുള്ള പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിപ്പിക്കും, ഞാൻ ഈ വിശ്വാസതലത്തിൽ എവിടെയാണെന്നൊക്കെ. പൗരോഹിത്യത്തിലെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ഈ ഡീക്കന് പുതിയ ശുശ്രൂഷ മേഖല ലഭിക്കും. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഒക്കെ നമ്മൾ മദർ തെരേസയെക്കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. മദർ തെരേസയ്ക്കൊക്കെ ആദ്യം സന്യാസ ഭവനത്തിൽ പ്രവേശിച്ചതിന് ശേഷം പഠിപ്പിക്കാനൊക്കെ തുടങ്ങി.
കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ദൈവാനുഭവങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ അഗതികൾക്കായിട്ട് ജീവിതം മാറ്റിവെച്ചു. അതുപോലെ ഇപ്പോഴേ പൗരോഹിത്യ പരിശീലനത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഡീക്കൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് കൂടുതൽ ഇന്ന മേഖലയിൽ വർക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്താൽ നല്ലതാണ്. അങ്ങനെ തീർച്ചയായിട്ടും രൂപതാ വൈദികർ എന്ന് പറയുമ്പോൾ ഇടവക വൈദികരാണ്, നമുക്കൊരു ഇടവക ഉണ്ടാകും. അതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മേഖല ഇതാണ്, അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ ദൈവാനുഭവം പറഞ്ഞു കൊടുത്താൽ കൊള്ളാം എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഈ വിളിക്കുള്ളിലെ വിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഇടവക വൈദികനെ സംബന്ധിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലുണ്ട്. പ്രത്യേകിച്ച് അച്ഛന്മാർ ആദ്യ കാലഘട്ടത്തിൽ കൊച്ചന്മാരെല്ലാം പറയുന്നത് നല്ല ഓട്ടമാണെന്ന് പറയുന്നത്. അവർക്ക് കൂടുതൽ ചെയ്തതിനെക്കുറിച്ച് പറയാനായിട്ട് ഒന്നുമില്ലെന്ന് പറയുന്നത്. കാരണം എന്നും കുർബാന, പീസ്, അങ്ങനെ ഇടവകയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. പിന്നീടാണ് എനിക്ക് തോന്നുന്നത് അച്ഛന്മാർ ഒന്നും കൂടെ അവരുടെ മേഖലകളിലേക്കൊക്കെ കൂടുതൽ ചിന്തിക്കുന്നത് പിന്നീടുള്ള കാലഘട്ടത്തിൽ. അപ്പം എന്തായാലും പിതാവ് പറയുന്നത് അനുസരിക്കണം, സ്വാഭാവികമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം രൂപതയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയിട്ടുമാണ് നമ്മളാവുന്നത്. അപ്പോൾ അധികാരികൾ പറയുന്നത് അനുസരിക്കണം. നമുക്കിപ്പം മിഷൻ മേഖലകളുണ്ട്, അങ്ങോട്ട് പോകാനായിട്ടും പറയാം ഉറപ്പായിട്ടും. എങ്കിലും നാട്ടിൽ നമുക്കിപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഒത്തിരി ആവശ്യക്കാരുണ്ട്. നമ്മൾ കാണാതെ കിടക്കുന്ന ഒത്തിരി ആവശ്യക്കാരുണ്ട്, നമ്മളെ ആവശ്യമുള്ള ഒത്തിരി പേരുണ്ട്. കാരണം പല പല പിരിവുകളായിട്ട് നമ്മൾ ഈ വീടുകളിലൊക്കെ ഈ രൂപതയിൽ ഈ അടുത്ത കാലങ്ങളിലൊക്കെ കയറാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ രൂപതയുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒത്തിരി വ്യക്തിത്വങ്ങളൊക്കെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ട്, അത്ര വലിയ ഇടവകകളൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ചില വ്യക്തികളിലേക്കൊക്കെ കൂടുതൽ നമ്മുടെ ഒരു സ്പർശം എത്തണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം അവരിങ്ങോട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്, ഇടവകയ്ക്ക് വേണ്ടി, രൂപതയ്ക്ക് വേണ്ടിയിട്ട്. എങ്കിലും അവർ ആയിരിക്കുന്ന മേഖലകളിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില വ്യക്തികളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് 1-2 പേരിലേക്കല്ല, നമ്മൾ എത്തിപ്പെടുന്ന മേഖലയിൽ ഏൽപ്പിക്കപ്പെടുന്ന എല്ലാ ഉത്തരവാദിത്തം ചെയ്യണം. അതിനിടയിൽ ഈ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില വ്യക്തിത്വങ്ങളെയൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഡീക്കൻ പറഞ്ഞു, ഡീക്കന് കൃഷി ഇഷ്ടമാണെന്ന് പറഞ്ഞു, നന്നായിട്ട് കളിക്കുമെന്ന് പറഞ്ഞു, കുഴപ്പമില്ലാതെ പാട്ട് പാടുമെന്ന് പറഞ്ഞു, അത്യാവശ്യം നന്നായിട്ട് പ്രാർത്ഥിക്കും, കുട്ടനാട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമോ? ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? ഞാനെല്ലാം കഴിക്കും അത്യാവശ്യം. കാരണം ഇപ്പോൾ അപ്പച്ചൻ മാത്രമേ വീട്ടിലുള്ളൂ, ഞാനും ഉള്ളത്. ചേട്ടായൊക്കെ പുറത്താണ്. അപ്പം സ്വാഭാവികമായിട്ടും അപ്പച്ചൻ പക്ക വെജിറ്റേറിയനാണെന്ന് പറയാം, എല്ലാം വെജ് കഴിക്കത്തുള്ളൂ. അപ്പം ഞാൻ നോൺ വെജൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം ഇറച്ചി മീനൊക്കെ വേണമെങ്കിൽ ഞാൻ തന്നെ പണിയണം. അപ്പം വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് അറിയാമല്ലോ, ബുദ്ധിമുട്ട് നമുക്കറിയാം. ഒരു അപ്പൻ്റെ അമ്മയുടെയൊക്കെ ബുദ്ധിമുട്ട് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ അച്ചാച്ചി ശരിക്കും കഷ്ടപ്പെടാൻ സമയത്ത്. അപ്പം സ്വാഭാവികമായുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോൺ വെജൊക്കെ വീട്ടിലുണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. വെജിറ്റേറിയനൊക്കെ ചെറിയ രീതിയിലൊക്കെ പഠിക്കാം. അതെനിക്ക് തോന്നുന്നു അമ്മ പോയതിന് ശേഷം പഠിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ഭക്ഷണം. ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് ഏതാണ്? പ്ലേറ്റ് ഏതാണ്? ഇപ്പം ഞാൻ ഏറ്റവും എളുപ്പം ചെയ്യുന്ന പരിപാടി ബീഫ് മേടിച്ചു വളർത്തും. അതാകുമ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. ഉച്ചയ്ക്ക് എനിക്കിഷ്ടമാണ് ഇറച്ചിയൊക്കെ, അതുകൊണ്ട് അത് കഴിക്കും. പിന്നെ മീനൊക്കെ എപ്പോഴും കാണും, കുട്ടനാടൊക്കെയാണ്, മീൻ കിട്ടും, ആറ്റിൽ നിന്നും കിട്ടും, മീൻകാരുടെ എന്നും കിട്ടും. അപ്പം മീനൊക്കെ മേടിക്കും. പിന്നെ ഈ ഫ്രൈ ഒക്കെ താല്പര്യമുള്ളതുകൊണ്ടും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടും വീട്ടിൽ അത്യാവശ്യം എണ്ണയും കാര്യങ്ങളും വലിയ ബുദ്ധിമുട്ടില്ല. തേങ്ങയൊക്കെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വറക്കുന്ന പരിപാടികളൊക്കെ ഇച്ചിരി കൂടുതലാണ്. ശരീരത്തിന് അത്ര നല്ല അല്ലെങ്കിലും എളുപ്പമുള്ള പരിപാടികളാണ്. പിന്നീട് കൂടുതലും വറക്കൽ പരിപാടികളാണ്. ഞാൻ ചോദിക്കാൻ കാരണം ഡീക്കൻ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പൗലോസ്ലീഹ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ബൈബിളിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പൗലോസ്ലീഹ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിന്നീട് യാത്രകളെക്കുറിച്ച് സംസാരിച്ചു, യാത്രയിലുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചു. തീർച്ചയായിട്ടും പൗരോഹിത്യത്തിലേക്കുള്ള നീണ്ട പരിശീലനം കഴിഞ്ഞതിന് ശേഷം പൗരോഹിത്യ പദവി ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിനുശേഷം പൗരോഹിത്യം ജീവിക്കാൻ വേണ്ടിയിട്ട് ഡീക്കൻ സോണി ഒരുങ്ങിയിരിക്കുകയാണ്. ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, കളികളെക്കുറിച്ച് പറഞ്ഞു, പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു, യാത്രകളെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് പറഞ്ഞു. ഈ പരിശീലനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വളർത്തിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ആശംസകൾ നേരാം. നമുക്ക് പ്രാർത്ഥനയോടെ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ വഴികളിൽ അദ്ദേഹത്തിന് ഈശോ തുണയായിരിക്കട്ടെ. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധനായ ഒരു വൈദികനായി തീരാൻ സാധിക്കട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.